Good afternoon, one and all present here. Students, good afternoon. No reply? Okay, thank you. Okay. ഇന്നത്തെ നിങ്ങളുടെ യുവതലമുറ, നിങ്ങളുടെ യൂത്താണ്, ന്യൂ ജനറേഷൻ ആണ്. നിങ്ങളുടെ പാരൻസിനോട് എന്നും പറയുന്ന ഒരു വാക്കാണ് ഞങ്ങൾ ന്യൂ ജെൻ ആണ് എന്നുള്ളത്. നിങ്ങളുടെ തലമുറ ഇന്ന് ഏറ്റവും കൂടുതലായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിപത്താണ് ലഹരി എന്നുള്ളത്. ഇനി നമ്മൾ കേൾക്കുന്ന ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് അഡിക്ഷൻ. അഡിക്ഷൻ എന്ന് കേൾക്കുന്നുണ്ട്. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ആസക്തി, അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു വസ്തുവിനോട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു അധികമായ താല്പര്യം. ഇനി അത് ലഹരിയാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വസ്തുവായിരിക്കാം, ഒരു ബുക്കായിരിക്കാം, എന്തിനോടും നിങ്ങൾക്ക് തോന്നുന്ന അമിതമായ ഒരു ആവേശത്തെയാണ് നമ്മൾ ആസക്തി അല്ലെങ്കിൽ അത്യാസക്തി എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ ഈ പ്രായത്തിൽ പിഞ്ചു ബാല്യം മുതൽ ഏറ്റവും വാർദ്ധക്യം വരെ ഇന്ന് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ഈ അടിമപ്പെടൽ അല്ലെങ്കിൽ ലഹരി. ഇനി ലഹരി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വൈറ്റ്നറോടായിരിക്കാം, നിങ്ങൾ കളിക്കുന്ന ഒരു ഗെയിംസിനോടായിരിക്കാം, നിങ്ങൾക്ക് തോന്നുന്ന ഒരു അടിമത്തമാണ് നമ്മൾ എന്ത് പറയുന്നത്, ലഹരി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റ് ലഹരി പദാർത്ഥങ്ങൾ തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മുടെ യുവത്വത്തെ കാർന്നു തന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിപത്തായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ലഹരിയെ കുറിച്ച് പറയുന്നത്. ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. നിങ്ങൾ പലതിലും ന്യൂസുകളിലും പല വാർത്തകളിലും നിങ്ങളിത് കേൾക്കുന്നുണ്ടാവാം. ഇനി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ യുവതലമുറ ഇന്ന് ഉള്ളത് ഇന്ത്യയിലാണ്. ഈ യുവത്വമാണ് നിങ്ങൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹം ഓരോരുത്തരും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ട ഒന്നാണ്, ജീവിതത്തിനാണ് ലഹരി വേണ്ടത്. ജീവിതത്തിനാണ് ലഹരി വേണ്ടത്, അല്ലാതെ ലഹരി ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതം കളയുകയല്ല വേണ്ടത്. അങ്ങനെയാണെങ്കിൽ പണം കൊടുത്ത് മേടിക്കേണ്ട ഒന്നല്ല ലഹരി എന്നുള്ളത്. നിങ്ങളുടെ ജീവിതം കൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിലത്തെ ഓരോ സ്റ്റെപ്പും ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ പഠിക്കുന്ന ബുക്കുകളാണെങ്കിലും നിങ്ങൾ കളിക്കുന്നതാണെങ്കിലും ഇൻഡോർ ഗെയിംസ് ആയിക്കോട്ടെ ഔട്ട്ഡോർ ഗെയിംസ് ആയിക്കോട്ടെ, നിങ്ങൾ അതിൽ കാണിക്കുന്ന ഏറ്റവും അമിതമായ ഒരു ആവേശം, അതിനെ നിങ്ങൾക്ക് ലഹരി എന്ന് പേരിട്ട് വിളിക്കാം. ഇനി ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ തലമുറയ്ക്ക് ഞാൻ പറഞ്ഞു, ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹം കുടുംബം എന്നുള്ളതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ കുടുംബം നന്നായാൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഒരു നാട് നന്നാവുള്ളൂ. ഇനി നമ്മുടെ ഇന്ത്യ എന്നുള്ളതിൽ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതലുള്ളത് യുവാക്കളാണ്, യുവതികളാണ്. ഇനി നിങ്ങളുടെ ജനറേഷനാണിത്. നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ടത് ഫോക്കസ്ഡ് ആവുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രവൃത്തി, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കുതിരയ്ക്ക് കടിഞ്ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെറുതെ ഒരു ചന്തത്തിനോ അല്ലെങ്കിൽ ഒരു അലങ്കാരത്തിനോ ഇട്ട് കൊടുത്ത ഒരു വസ്തു അല്ല ഇത്. ആ കടിഞ്ഞാൻ എന്ന് പറയുന്നത് കുതിരയെ കറക്റ്റായിട്ട് ഫോക്കസ്ഡ് ആക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആവേണ്ടത് എന്തിനാണ്? നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സൊസൈറ്റി, അതിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ്ഡ് ആവേണ്ടത്. മറ്റൊന്നിലേക്കും നിങ്ങൾ ഫോക്കസ്ഡ് ആവരുത്. ഇനി അടുത്തത് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നിങ്ങളുടെ ഒരു പ്രശ്നമാണ് നിങ്ങളുടെ പിയർ ഗ്രൂപ്പ്, നിങ്ങളുടെ സമപ്രായക്കാർ. നിങ്ങളുടെ സമപ്രായക്കാർ പറയുന്നത് എന്താണോ അതാണ് നിങ്ങളുടെ ശരി. തെറ്റെന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. എന്നാൽ അതിലുപരി നിങ്ങളെ നയിക്കാൻ വേണ്ടി, നിങ്ങളെ ലീഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ട്, നിങ്ങളുടെ മെന്റേഴ്സ്, നിങ്ങളുടെ പാരൻസ് ഉണ്ട്. അവരിൽ ഒരു കുറച്ചു നേരമെങ്കിലും അവർ പറയുന്ന ഒന്ന് ചെവിയോർത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ലഹരി എന്നുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നിന്റെയും പേരല്ല ലഹരി എന്നുള്ളത്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം തന്നെ നിങ്ങൾക്ക് ലഹരിയാക്കി മാറ്റാൻ സാധിക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ വേണ്ടത് ഒരു ഐഡന്റിറ്റി. മലയാളത്തിൽ സ്വത്വം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ഐഡന്റിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. ഇന്ന് ഞാൻ നിൽക്കുന്ന എനിക്കോ നിങ്ങൾക്കോ അത് സാധിക്കണമെങ്കിൽ എനിക്കാണെങ്കിലും എൻ്റെ ടീച്ചേഴ്സിന്റെ, എൻ്റെ ഫാമിലിയുടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടോടുകൂടി മാത്രമാണ് ഞാൻ എന്നുള്ള ഒരു ഐഡന്റിറ്റി ഞാൻ ഉണ്ടാക്കുന്നത്. ഈ ഐഡന്റിറ്റിക്ക് ആയിരിക്കണം നമ്മുടെ ലഹരി. ഞാൻ എന്നുള്ളതിലായിരിക്കണം ലഹരി. മറ്റൊരു വിദ്വേഷമോ പകയോ ഒന്നുമില്ലാതെ ഞാൻ എന്നുള്ളതിനെ തുറന്നു കണ്ടാൽ നമുക്ക് നമ്മുടെ സൊസൈറ്റിയെ വളർത്തിയെടുക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു, പിഞ്ചു ബാല്യം മുതൽ ഏറ്റവും ചെറിയ ജനിച്ചു വീഴുന്ന കുട്ടികൾ മുതൽ ഇന്ന് ഏറ്റവും വാർദ്ധക്യം വരെ എല്ലാവർക്കും അടിമപ്പെട്ടു പോകാൻ പറ്റുന്ന ഒന്നാണ് ഇത്. എന്നാൽ ഈ ക്രൈസ്റ്റ് ന്യൂ ലൈഫ് സ്കൂളിലത്തെ ഒരു കുട്ടി പോലും നമുക്ക് പ്രതിജ്ഞ എടുക്കാൻ പറ്റും, ഒരു കുട്ടി പോലും ഇതിലേക്ക് ഒന്നിലേക്കും അഡിക്ഷനിലേക്ക് വരില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നിനോടും ആസക്തി ഇല്ല എന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ തന്നെ നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടാലോ, ഞാൻ എന്താണ് ലഹരി എന്ന് ആദ്യമേ പറഞ്ഞു, ഏതെങ്കിലും ഒരു വസ്തുവിനോടോ ഒരു
വ്യക്തിയോടോ ഉള്ളത് പോലും ലഹരിയായിരിക്കാം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് ചിലപ്പോൾ അറിയാം, ലാസ്റ്റ് ഇയർ നമ്മളിത് പഠിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് അഡിക്ഷൻ എന്നുള്ളത്. ലഹരി എന്ന് പറഞ്ഞാൽ എന്തിനോട് വേണമെങ്കിലും ആവാം. അപ്പൊ അതിനെന്തെങ്കിലും നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പ്രതികരിക്കണം, ചേർന്ന് നിൽക്കണം, അണിനിരക്കണം. ഒട്ടും പേടിക്കാതെ നിങ്ങളുടെ മെന്റേഴ്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയോടോ നിങ്ങൾക്കത് പറയാൻ പറ്റുമെങ്കിൽ, തുറന്നു പറയാൻ പറ്റുമെങ്കിൽ, അവിടെയാണ് ഇന്നത്തെ സമൂഹം നിങ്ങളിലൂടെ വാർത്തെടുക്കേണ്ടത്. ഇനി ഇന്ന് ഐക്യരാഷ്ട്രസഭ ഇതിനു വേണ്ടിയിട്ട് ഒരു ദിനം ആചരിക്കുന്നുണ്ട്. നമുക്കറിയാം ജൂൺ 26 ആണ്. വെറുതെ ഒരു ദിനത്തോടു കൂടി നിർത്താനുള്ളതല്ല. നമ്മുടെ ഒരു ലഹരി ഒരു ദിവസം ഒരു എന്തെങ്കിലും ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചു, ഒരു ക്യാമ്പ് അല്ലെങ്കിൽ കുറച്ച് പാട്ട് ഡാൻസ്, അതിലൂടെ മാത്രമല്ല നമ്മളിത് വേണ്ടത്. ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോഴും എന്താണ് എന്നും എങ്ങനെയാണ് മുക്തി നേടേണ്ടതെന്നും നമ്മൾ ഓരോരുത്തരും പഠിക്കാനും അതിനൊരു അവബോധം സൃഷ്ടിക്കാനും വേണ്ടിയാണ് ഈ ഒരു ദിവസം നമ്മൾ കൊണ്ടാടുന്നത്. ഇനി ഈ വർഷത്തെ ജനുവരി 2025 ഐക്യരാഷ്ട്രസഭ വിയന്ന ആസ്ഥാനമാക്കിയ UNODC, അതാണ് അതിന്റെ ആസ്ഥാനം, യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ് ആൻഡ് ക്രൈം ഓഫീസ്. അവരുടെ മോട്ടോ എന്ന് പറയുന്നത് ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. വൺസ് അഗൈൻ ഞാൻ പറയുന്നുണ്ട്, ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. കാര്യങ്ങൾ വ്യക്തം, പ്രതിരോധത്തിൽ ഊന്നുക. ഇനിയും കാര്യം എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്താണ് ഇതിൽ പ്രതിരോധിക്കേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതാണ് നിങ്ങൾ ഓരോരുത്തരും അറിയേണ്ടത്. അതിനു വേണ്ട ഓരോ സ്റ്റെപ്പും ഒരു സ്കൂൾ എന്നുള്ള രീതിയിൽ നമുക്ക് തുടങ്ങാം. ഇനി ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് എത്രമാത്രം മനസ്സിലായി എന്നുള്ളത് നിങ്ങളുടെ
ഹൗസ് സർജൻ.